സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതാണ് അവസ്ഥ. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയത്തിൻ്റെ സൂചനകൾ കാണാതെ, ഏതെങ്കിലും തരത്തിലുള്ള സമാധാനത്തിൻ്റെ സൂചനകൾ കാണാതെ, വെള്ളക്കൊടി കാണാതെ 8ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇറാനുമായി നയതന്ത്ര ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വരുന്നു. എന്താണ് ട്രംപിന്റെ മനസ്സിലൊന്നും ആർക്കും അറിയില്ല, ട്രംപിനല്ലാതെ. ട്രംപിന് പോലും അറിയുമെന്ന് അറിയില്ല. ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക ഇടപെടണമോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. Regarding the ongoing situation in Iran, I know there has been a lot of speculation amongst all of you in the media regarding the president's decision-making and whether or not the United States will be directly involved. In light of that news, I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. അമേരിക്ക സഹായിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, എന്താണ് ട്രംപിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുണ്ടോ? എന്താണ് ട്രംപ് മനസ്സിൽ കാണുന്നത്? ഈ യുദ്ധം തുടങ്ങിയത് മുതൽ അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് പ്രവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ ഇന്നലെ രാത്രി പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുമ്പോട്ട് പോകുമെന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരോടൊപ്പം ചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യുവാൻ ഇസ്രായേലിന് പറ്റും, അതിനുള്ള അധികാരമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇറാനിലെ ഇപ്പോഴുള്ള ഭരണകൂടം മാറണമോ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ പതനമോ എന്നതൊന്നും ഇസ്രായേലിന്റെ വിഷയമല്ല, അത് ഇറാനിയൻ ജനതയുടെ കാര്യമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ അത് നീങ്ങാത്തത്. ഈ നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്ന് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള ഏതൊരു ആണവ കരാറിലും യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിനും അതുപോലെ അതിൻ്റെ നിരോധനവും അതുപോലെ ഇറാൻ ആണവായുധം നേടുന്നത്, ഇതൊക്കെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അതുകൊണ്ട് അത് കരാറിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാടെന്ന് ഇന്ന് വീണ്ടും വൈറ്റ് ഹൗസിൽ നിന്നുള്ള കാരലിൻ ലെവിറ്റ്, മാധ്യമ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള കാരലിൻ ലെവിറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ ഫോണിൽ സംസാരിച്ചതായും കാരലിൻ ലെവിറ്റ് ഇന്ന് പറയുകയുണ്ടായി. ഇറാനുമായി ഒരുപക്ഷെ അധികം വൈകാതെ ചർച്ചകളും ഒരുപക്ഷെ വിലപേശലും ഒക്കെ നടന്നേക്കുവാൻ സാധ്യതയുണ്ടെന്നും, എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് വ്യക്തതയോടെ മറുപടി പറയാനും കാരലിൻ ഇന്ന് തയ്യാറായിട്ടില്ല. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സമയപരിധിയായി ഈ ഡൊണാൾഡ് ട്രംപ് ഈ 2 ആഴ്ച എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു സമയപരിധിയാണ്. പക്ഷേ അതൊരു ഉറച്ച സമയപരിധി ആയിരിക്കില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ചില രാഷ്ട്രീയ അതുപോലെ സൈനിക വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ഫോർദോ എയർ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എയർ ഡിഫൻസ് സംവിധാനം, അവരുടെ ഈ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിലെ എയർ ഡിഫൻസ് സംവിധാനം അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ ഇസ്രായേലിന് അവസരം ഒരുക്കി കൊടുക്കുകയായിരിക്കാം ഈ 2 ആഴ്ച കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി 2 ആഴ്ചക്കുള്ളിൽ ഈ തീരത്തെത്തുവാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. അതുപോലെ ഈ ഇസ്രായേൽ ഫോർദോ ഈ അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള യുറേനിയം ഈ എൻറിച്ച്മെന്റ് പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റിൽ അവിടുത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുവാൻ വളരെ നീണ്ട പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. കാരണം അവിടെ സൂപ്പർസോണിക് സ്പീഡിലാണ് ഈ സെൻട്രിഫ്യൂജ് മെഷീൻസുകൾ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസം മതി വൈദ്യുത വിതരണത്തിൽ ഇതിൻ്റെ കൺട്രോൾ നശിക്കുവാനായിട്ട്. അത് ഇസ്രായേലിന് അറിയാം. അത്തരം ഒരു നീക്കവും കൂടെ ഇസ്രായേൽ നടത്തുന്നുണ്ടെന്നുള്ള ഒരു സൈനിക വിവരം അമേരിക്ക ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വരും ദിവസങ്ങളിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ തുർക്കിയിലെ ഇസ്താൻബുളിൽ എത്തുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന
ഒരു ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ആണ്. അവരുടെ യോഗത്തിൽ പങ്കെടുത്ത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ കാരണങ്ങളും മുന്നോട്ടുള്ള അവരുടെ നീക്കങ്ങളും അവരെ അറിയിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ഈ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടുകയാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർത്തിരുന്നോളാൻ ഇറാന്റെ ഒരു മുന്നറിയിപ്പും വരുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒക്കെ തകർക്കുന്നത് ഉൾപ്പെടെ എല്ലാ ലക്ഷ്യങ്ങളും ഒറ്റയ്ക്ക് നേടിയെടുക്കുവാൻ കഴിവുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഡ്രോൺ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ അമേരിക്കൻ വ്യോമസേന സഹായിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു പറയുന്നു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ US സേന പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുകയാണ്. അതായത് വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് പോകുമെന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ലഭിക്കുന്ന സൂചനകൾ. ഹാഷ്മി, പ്രവിത. മജുട്ടാ, നമ്മുടെ അവിടെ ആ ദനാലി പർവ്വതത്തിൽ കുടുങ്ങിപ്പോയി നമ്മുടെ പയ്യൻ സേഫായി തിരിച്ചിറങ്ങുമോ? അപ്പോൾ അവിടെ മതിച്ചേണ്ട സൈലന്റ് ഓപ്പറേഷൻസ് ഒക്കെ ഗംഭീരമായി. എന്നെക്കാട്ടിലും അതിലപ്പുറമായിട്ട് ആ വാർത്തയുടെ പിന്നാലെ ഹാഷ്മി ആയിരുന്നു. അതുമാത്രമല്ല SKന്റെ ഇടപെടൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശശി തരൂർ ആ ഒരു നീക്കങ്ങളോട് ആയപ്പോഴത്തേക്ക് അതിന് ഫലവത്തായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ സാധിച്ചു. താങ്ക് യു. എന്തായാലും പയ്യൻ ഗംഭീരമായിട്ട് ഇറങ്ങി. മധു പറയുന്നത് 3-4 ദിവസം എടുക്കും താഴെ, പൂർണ്ണമായി താഴെ എത്താൻ. എന്തായാലും 17,000 അടിയിൽ നിന്ന് 11,000 അടി ബേസ് ക്യാമ്പിലേക്ക് ഇന്നലെ എത്തി. പതുക്കെ താഴോട്ടിറങ്ങാം. ഇപ്പോഴും അവിടെ കൊടുങ്കാറ്റും പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.